ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വളരെയധികം ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ മേ അതുപോലെ തന്നെ മെനോട്ട് ഈ രണ്ടിൻ്റെയും എന്താണ് ശരിയായ ഉപയോഗമാണ്. മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ശരിയായ ഉപയോഗം സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ മേ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓരോന്നോരെ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ഉപയോഗമാണ് മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒന്നാമത്തെ ഉപയോഗമാണ് എന്താണ്? പെർമിഷൻ കൊടുക്കാനും അതുപോലെ വാങ്ങാനും. പെർമിഷൻ കൊടുക്കാനും വാങ്ങാനും. എന്താണ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ? പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുമതി കൊടുക്കാനും വാങ്ങാനുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? മേ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു വേർഡ് ഉണ്ടല്ലോ, എന്താണ്? ഫോർമൽ. എന്താണ് ഫോർമൽ? ഫോർമൽ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കാനും. റെസ്പെക്റ്റ് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ വെച്ചാൽ ബഹുമാനത്തോട് കൂടി നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴുമാണ് നമ്മൾ MAY മേ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഇൻഫോർമൽ. എന്താണ്? ഇൻഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ എന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി വേർഡാണ് ഫ്രണ്ട്ലി. ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മേ അല്ല ഉപയോഗിക്കുക, അവിടെ ക്യാൻ ആണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ പെർമിഷൻ, അനുമതി കൊടുക്കാനും വാങ്ങാനും നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ മേ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ നമ്മൾ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഡിഫറൻസ്? ആണ് എന്താണ് വ്യത്യാസം? സിമ്പിളാണ്. മേ എന്ന് പറഞ്ഞിരുന്നത് ബഹുമാനത്തോടു കൂടി, റെസ്പെക്റ്റോട് കൂടി നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളോട് അല്ലേ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടുമായി സംസാരിക്കുമ്പോൾ പെർമിഷൻ കൊടുക്കുമ്പോൾ അതുപോലെ വാങ്ങുമ്പോഴാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോർമൽ വേർഡ്. ഇതിനെ ഇൻഫോർമൽ വേർഡ് വിളിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് തുടങ്ങാം. ഒന്നാമതാണ് പെർമിഷൻ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും. എങ്ങനെ? നമ്മൾ കേൾക്കാറുണ്ടല്ലോ, മേ ഐ കമിൻ സർ, അല്ലേ? മേ ഐ കമിൻ സർ, മേ ഐ കമിൻ മാം, അല്ലേ? ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് റൂമിൽ എൻട്രി ചെയ്യുമ്പോൾ ടീച്ചറിനോട് ചോദിക്കാറുണ്ടല്ലോ, മേ ഐ കമിൻ മാം അല്ലെങ്കിൽ മേ ഐ കമിൻ സർ. ഓക്കെ, എന്താണ്? റെസ്പെക്റ്റോട് കൂടി പെർമിഷൻ ചോദിക്കുകയാണ്. അങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ മേ എന്ന് പറയുന്ന വേർഡ് വെച്ച് പെർമിഷൻ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? മേ വെച്ചിട്ടായിരിക്കണം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, മാം മേ ഐ കമിൻ സർ. അപ്പോൾ ടീച്ചറിന് എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കേണ്ടത്? യെസ് യു മേ കം. മേ ആണ് ഉപയോഗിക്കേണ്ടത്. യെസ് യു മേ കം, യെസ് യു മേ കം. കാരണം റെസ്പെക്ട്, ബഹുമാനം, ടീച്ചർ റെസ്പെക്ട്, ടീച്ചർ സ്റ്റുഡൻറ്റിനും അതുപോലെ സ്റ്റുഡൻറ്റ് ടീച്ചറിനും. എന്താണ്? ഇത് രണ്ട് സൈഡാണ്. എന്താണ്? രണ്ട് സൈഡാണ്. ടീച്ചർ സ്റ്റുഡൻറ്റിനും അതുപോലെ സ്റ്റുഡൻറ്റ് ടീച്ചറിനും റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മേ വെച്ച് പെർമിഷൻ ചോദിക്കുമ്പോൾ മേ വെച്ചിട്ടായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്. മേ ഐ കമിൻ സാർ, യെസ്. മേ ഐ കമിൻ എന്ന് പറഞ്ഞാൽ സാർ ഞാൻ അകത്തോട് വന്നോട്ടെ, അല്ലേ? അപ്പോൾ പറയാണ് യെസ് യു മേ കമിൻ, യെസ് നിങ്ങൾ വന്നോളൂ, പെർമിഷനാണ്. ഇനി പെർമിഷൻ കൊടുക്കുന്നില്ലെങ്കിലോ അങ്ങനെ പറയാം, നോ യു മേ നോട്ട് കം, നോ യു മേ നോട്ട് കം. ഇങ്ങനെയും പറയാം, നെഗറ്റീവാണ്. ഇനി അടുത്താണ്, നിങ്ങളുടെ കയ്യിലൊരു പേനയുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട്, അപ്പോൾ എനിക്ക് ആ പേന യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിക്കണം, എക്സ്ക്യൂസ് മീ, മേ ഐ യൂസ് യുവർ പെൻ, മേ ഐ യൂസ് യുവർ പെൻ. ഞാൻ നിങ്ങളുടെ പേന ഒന്ന് യൂസ് ചെയ്തോട്ടെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കേണ്ടത്? യെസ് യു മേ, ക്യാൻ അല്ല, യെസ് യു മേ, യെസ് യു മേ, യെസ് യു മേ യൂസ്, യെസ് യു മേ യൂസ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്താണ് മേ ഐ സിറ്റ് ഹിയർ. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ, മേ ഐ സിറ്റ് ഹിയർ. ആ പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷൻ കൊടുക്കുമ്പോൾ യെസ് യു മേ സിറ്റ്, യെസ് യു മേ സിറ്റ്, യെസ് യു മേ സിറ്റ്. ഇതാണ് നമ്മുടെ മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. ഇനി നമുക്ക് രണ്ടാമത്തെ ഉപയോഗം നോക്കാം. അതാണ് നോർമൽ പോസിബിലിറ്റി. എന്താണ് നോർമൽ പോസിബിലിറ്റി എന്ന് വെച്ചാൽ സാധാരണയുള്ള സാധ്യത, സാധാരണയുള്ള സാധ്യത, നോർമൽ പോസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ല സാറേ ഈ സാധ്യത, പോസിബിലിറ്റിയെ കാണിക്കാൻ ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലോ, മേ ഉപയോഗിക്കാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ക്യാൻ ഉപയോഗിക്കാറുണ്ട്, തീർച്ചയായിട്ടും. അതുപോലെ മൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ കുഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ എല്ലാ വേർഡ്സും ഒരുമിച്ചിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം സാധ്യതയെ കാണിക്കാൻ വേണ്ടി മേ മാത്രമല്ല, മേൻ, ക്യാൻ, മൈറ്റ്, കുഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ചൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സംശയവും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ എന്താണ് നോർമൽ പോസിബിലിറ്റി, സാധാരണയുള്ള സാധ്യതയെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? മേ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് മേ? സാധാരണ സാധ്യത. നോക്കാം, എക്സാമ്പിൾ, ഉദാഹരണം നോക്കാം.
ഒന്നാമതാണ് ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. ഇതൊരു നോർമൽ പോസിബിലിറ്റിയാണ്. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് ക്യാൻ റെയിൻ ടുഡേ പറയാമോ? പറയാൻ കഴിയും. ഓക്കെ, അത് വേറെ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറയാം, സാധാരണയുള്ള പോസിബിലിറ്റി, നോർമൽ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? മേ ആണ് ഉപയോഗിക്കുക. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അടുത്താണ് ഹി മേ കം ടു യു ടുനൈറ്റ്. ഹി മേ കം ടു യു ടുനൈറ്റ്. അവൻ ഇന്ന് നിങ്ങളുടെ ഇന്ന് രാത്രി അല്ലേ, അവൻ ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. നോർമൽ പോസിബിലിറ്റി. വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എന്താണ്? വരാനും വരാതിരിക്കാനും. അതാണ് നോർമൽ അല്ലേ, നോർമൽ. ഇനി അടുത്താണ് ഷീ മേ കോൾ യു ടുമോറോ. ഷീ മേ കോൾ യു ടുമോറോ. നാളെ അവൾ നിങ്ങളെ വിളിക്കാൻ സാധ്യത ഉണ്ട്. നോർമൽ പോസിബിലിറ്റി. വിളിക്കാനും വിളിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി അടുത്താണ് മൈ ബ്രദർ മേ ഗോ ദെയർ. മൈ ബ്രദർ മേ ഗോ. എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ അവിടെ പോകാൻ സാധ്യത ഉണ്ട്. പോവാനും പോവാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് നോർമൽ അല്ല, അതാണ് നോർമൽ അല്ലേ. ഇനി അടുത്താണ് ഐ മേ ഗോ ടു ദ പാർട്ടി ടുഡേ. ഐ മേ ഗോ ടു ദ പാർട്ടി ടുഡേ. ഇന്ന് പാർട്ടിയിൽ അല്ലേ, പരിപാടിക്ക് പോകാൻ, പ്രോഗ്രാമിന് പോകാൻ സാധ്യത ഉണ്ട്. ഞാൻ പ്രോഗ്രാമിന് പോകാൻ സാധ്യത ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ പോസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കേണ്ടത്? മേ ആണ് ഉപയോഗിക്കേണ്ടത്. ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മേ ആണ് ഉപയോഗിക്കേണ്ടത്. നോർമൽ പോസിബിലിറ്റി. എന്താണ്? നോർമൽ പോസിബിലിറ്റി. ഇനി അടുത്താണ് നമ്മുടെ മൂന്നാമത്തെ മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ഉപയോഗമാണ് എന്ത്? അഭ്യർത്ഥന, റിക്വസ്റ്റ്. എന്താണ്? റിക്വസ്റ്റ്. അപ്പോൾ സംശയം, അല്ല സാറേ, റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ. റിക്വസ്റ്റ് എന്ന് പറയുന്നതാണ് അഭ്യർത്ഥന. റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? കുഡ് യു പ്ലീസ് ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ വുഡ് യു പ്ലീസ് ഉപയോഗിക്കാറുണ്ടല്ലോ സാറേ. അതുപോലെ മേ മേ ഈ മേ എന്ന് പറയുന്ന വേർഡും നമുക്ക് റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ കൺഫ്യൂഷൻ, അപ്പോൾ ഡൗട്ട് വന്നല്ലോ. അല്ല, കുഡ് യു പ്ലീസ് ഉപയോഗിക്കാം, അതുപോലെ വുഡ് യു പ്ലീസ് ഉപയോഗിക്കാം. പിന്നെ എന്തിനാണ് ഈ മേ ഉപയോഗിക്കുന്നത്? റിക്വസ്റ്റിന് വേണ്ടിയിട്ട് മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ആവശ്യമുണ്ടോ? എങ്ങനെ നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ സാധാരണ യു എന്ന് പറയുന്ന വേർഡില്ലേ, യു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ കുഡ് ഉപയോഗിക്കുക. കുഡ് അതുപോലെ തന്നെ വുഡ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറയാണ്, കുഡ് യു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ്, ദയവായി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അല്ലേ. അതുപോലെ തന്നെ വുഡ് യു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ദയവായി ഒരു ഗ്ലാസ് വെള്ളം തരുമോ, കൊണ്ടുവരുമോ എന്നാണ്. എന്ന് പറയാണ്, നമ്മൾ യു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഐ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിലോ അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? മേ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ. ഓക്കെ, അവിടെ പോയിട്ട് ഞാൻ പറയാണ്, വെയിറ്ററോട് പറയാണ്, എക്സ്ക്യൂസ് മീ വെയിറ്റർ, മേ ഐ ഗെറ്റ് എ മെനു പ്ലീസ്. എന്താണ്? മേ ഐ ഗെറ്റ് എ മെനു പ്ലീസ്. എനിക്കൊരു മെനു കിട്ടുമോ? ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് മേ ഉപയോഗിച്ചത്? അതിൻ്റെ കാരണം ഞാൻ ഐ ആണ് ഉപയോഗിച്ചത് അല്ലേ. നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഐ ആണ് അല്ലേ. ഈ ഇതേ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ പറയാം? എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ഗിവ് മീ എ മെനു അല്ലേ. കുഡ് യു പ്ലീസ് ഗിവ് മീ എ മെനു, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, വുഡ് യു പ്ലീസ് ഗിവ് മീ എ മെനു. നമ്മൾ യു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് എന്താണ്? കുഡ് യു പ്ലീസ് അല്ല എന്നുണ്ടെങ്കിലോ വുഡ് യു പ്ലീസ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഐ വെച്ചിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? മേ ഐ, എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ. എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് എ മെനു പ്ലീസ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയം, അല്ല സാറേ, ഇവിടെ കുഡ് അല്ലെങ്കിൽ വുഡ് വെച്ച് അങ്ങനെ കുഡായി വെച്ച് ഉപയോഗിച്ച് പറഞ്ഞാലോ തെറ്റുമോ? തെറ്റല്ല. പക്ഷെ സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ യു വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുഡ് യു പ്ലീസ് അതുപോലെ വുഡ് യു പ്ലീസ് ഉപയോഗിക്കാം. അതുപോലെ ഐ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മൾ മേ വെച്ചിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത്
നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മേ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അർത്ഥം. ക്ലിയർ? പറയാം, മേ ഐ ഗെറ്റ് എ മെനു പ്ലീസ്, എനിക്കൊരു മെനു കിട്ടുമോ? അതുപോലെ മേ ഐ സ്പീക്ക് സംതിങ്, മേ ഐ സ്പീക്ക് സംതിങ്, എനിക്ക് കുറിച്ച് പറയാം, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ, ഞാനൊന്ന് എന്തെങ്കിലും ഇന്ന് പറഞ്ഞോട്ടെ എന്നർത്ഥം. മേ ഐ സ്പീക്ക് സംതിങ്, മേ ഐ സ്പീക്ക് സംതിങ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മേയുടെ ഉപയോഗം. ഇനി നാലാമതാണ് എന്ത്? ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. നമുക്കൊരാൾ അനുഗ്രഹിക്കണം അല്ലേ? നമുക്ക് ആർക്കെങ്കിലും അനുഗ്രഹം കൊടുക്കണം. അപ്പം അനുഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷ്, ആഗ്രഹമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വീട്, അല്ലെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലക്ഷ്യം കിട്ടട്ടെ, അതുപോലെ ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ ബ്ലെസ്സിങ് അനുഗ്രഹം കൊടുക്കാനും അതുപോലെ ആഗ്രഹം പ്രകടിപ്പിക്കാനും അതുപോലെ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥന, അവരൊരുപാട് കാലം ജീവിക്കട്ടെ, ഇതുപോലെ പ്രാർത്ഥന. നമുക്കിത് മൂന്നിനെയും ഒന്നാക്കി മാറ്റാം. കാരണം ഈ ബ്ലെസ്സിങ്, വിഷ്, പ്രേ, ഈ മൂന്നും ഒന്ന് മറ്റൊന്നിനോടുമായി സാമ്യമുണ്ട്. ഓക്കെ, ഒരുപോലെയാണ്. പക്ഷേ കേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. കേഴ്സ് എന്ന് പറയുന്നതാണ് ശാപം എന്നാണ്. ശാപം, കേഴ്സ് അല്ലേ? നീ നശിച്ചു പോട്ടെ എന്ന് പറയല്ലേ? ശാപമാണ്. എന്താണ് കേഴ്സ് എന്ന് പറഞ്ഞാൽ? ശാപം. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഒന്നാമതാണ് മേ യുവർ ഡ്രീം കം ട്രൂ. മേ യുവർ ഡ്രീം കം ട്രൂ. മേ യുവർ ഡ്രീംസ് കം ട്രൂ. ഇവിടെ മേ പ്ലസ് ഒരു ഫസ്റ്റ് ഫോം ആണ്. ഓക്കെ, എന്താ ഇതിനർത്ഥം? നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് അല്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. ഇതൊരു ബ്ലെസ്സിങ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹമാകാം നമ്മുടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന ആകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബ്ലെസ്സിങ്, അതുപോലെ വിഷ്, അതുപോലെ ഈ മൂന്നും മറ്റൊന്നിനോടുമായി സാമ്യമുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ മൂന്നും ഏതെങ്കിലും ഒന്നായി കണക്കാക്കാം. ഓക്കെ, ഇത് നമ്മുടെ അല്ലേ? മേ യുവർ ഡ്രീംസ് കം ട്രൂ. ഇത് അനുഗ്രഹമാവാം, ഇത് ആഗ്രഹമാവാം, അല്ലെങ്കിൽ പ്രാർത്ഥന ആവാം. രണ്ടാമതാണ് മേ യു ഓൾവേസ് ഫൈൻഡ് ഹാപ്പിനെസ്. മേ യു ഓൾവേസ് ഫൈൻഡ് ഹാപ്പിനെസ്. മേ യു ഓൾവേസ് ഫൈൻഡ് ഹാപ്പിനെസ്. നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം വരട്ടെ, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം വരട്ടെ. എന്തായിരിക്കാം? ഇത് ബ്ലെസ്സിങ്, അനുഗ്രഹം, ആഗ്രഹം, പ്രാർത്ഥന ഒക്കെ പെടുത്താം. പക്ഷെ എന്തല്ല? കേഴ്സ് അല്ല, ശാപമല്ല. ഇനി മൂന്നാമതാണ് മേ യു ലീവ് ലോങ്. മേ യു ലീവ് ലോങ്. നിങ്ങൾ അല്ലെങ്കിൽ നീ ഒരുപാട് കാലം ജീവിക്കട്ടെ. മേ യു ലീവ് ലോങ്. മേ ഹി ലീവ് ലോങ്. അവൻ ഒരുപാട് കാലം ജീവിക്കട്ടെ. മേ ഷീ ലീവ് ലോങ്. അവൾ ഒരുപാട് കാലം ജീവിക്കട്ടെ. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് മാറ്റി കൊടുത്താൽ സബ്ജക്റ്റ് മാറ്റി കൊടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇത് മൂന്നിനെയും നമുക്ക് ഇങ്ങനെ ബ്ലെസ്സിങ്ങോ വിഷോ അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമത്തിൽ നമുക്ക് പെടുത്താം. ഇനി അടുത്താണ് കേഴ്സ്. കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ശാപം. അങ്ങനെ നോക്കാം. ഞാൻ പറയാണ്, മേ യു നെവർ ഫൈൻഡ് പീസ്. മേ യു നെവർ ഫൈൻഡ് പീസ്. ഇതെന്താണ്? നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കല്ലേ, നിങ്ങൾക്ക് ഒരു കാലത്തും ഹാപ്പിനെസ് കിട്ടല്ലേ എന്നാണ് അല്ലേ? സന്തോഷം വരല്ലേ, നിങ്ങൾക്കൊരു കാലത്തും സന്തോഷം കിട്ടല്ലേ എന്നായി. എന്താണ്? കേഴ്സ് ആണ്. അതാണ് കേഴ്സ്. ഇനി അടുത്താണ് മേ യു ഡൈ സൂൺ. മേ യു ഡൈ സൂൺ. മേ യു ഡൈ സൂൺ. നിങ്ങൾ പെട്ടെന്ന് നശിച്ചു പോട്ടെ. നിങ്ങൾ പെട്ടെന്ന് നശിച്ചു പോട്ടെ. ഓക്കെ, അപ്പോൾ മേ എന്ന് പറയുന്ന വേർഡിൻ്റെ നാലാമത്തെ ഉപയോഗം എന്താണ്? ബ്ലെസ്സിങ്, വിഷ്, പ്രേ അല്ലെങ്കിൽ കേഴ്സ് അല്ലേ? എന്താണ്? അനുഗ്രഹം, ആഗ്രഹം, പ്രാർത്ഥന അല്ലെങ്കിൽ ശാപം. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. സോ മൈ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.